എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിലും അവരുടെ മനസ്സ് നിങ്ങൾക്കൊപ്പം മാത്രമേ ഉള്ളൂ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നൽകിയിരിക്കുന്ന 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് ആദ്യം പോകാം. ദേ നീഡ് യു ഡീപ്ലി. ഈ ഒരു അവസ്ഥയിലും അവർക്ക് നിങ്ങളുടെ മനസ്സ് തന്നെ വേണം. ഒരുപാട് സങ്കീർണതകളും പ്രശ്നങ്ങളും അവരുടെ മനസ്സിലുണ്ട്. അവർക്ക് തന്നെ പറയാൻ കഴിയുന്നില്ല എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന്. മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖം കട്ട പിടിച്ച് നിൽക്കുകയാണ്. ദുഃഖത്തിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവർ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാകുകയാണ്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഏതവസരത്തിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അവരുടെ ജീവിതം അവർക്ക് സമ്മാനിച്ചത് വലിയൊരു ദുഃഖമായിട്ട് മാറുകയാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു ദുഃഖത്തിന് കാരണം എന്താണ്, ഈ ഒരു ദുഃഖത്തിന് എന്താണ് അത് ഇതായിട്ടിരിക്കുന്നത്, അതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖം വല്ലാതെ കയറി ഇരിക്കുകയാണ്. ആ ദുഃഖത്തിൽ നിന്നും അവർക്ക് മോചനം സാധ്യമാകുന്നില്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അതിലേക്കൊന്നും എത്താൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ മനസ്സ് വല്ലാതെ ദുഃഖിക്കപ്പെടുന്നൊരവസ്ഥ. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ചില ഫീലിങ്സുകൾ ഉണ്ടാകുന്നു. ആരൊക്കെയോ ചേർന്ന് അവരെ പറ്റിക്കുന്നു. അവർ ചെയ്യാത്ത കുറ്റത്തിന് അവർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. അവർ ചെയ്യാത്ത കുറ്റത്തിന് അവരെ ക്രൂശിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ അവരുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. അവരുടെ മനസ്സിലെ വിഷമം അവർക്ക് പലപ്പോഴും താങ്ങാൻ പോലും കഴിയുന്നില്ല. അവരതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. എന്താണ് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്നത്, എന്താണ് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാകുന്നത്, അതേക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിൽ നിന്നൊരു മുക്തി കിട്ടുന്നില്ല. ആ സമയത്ത് അവർക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളില്ലാതെ അവർക്ക് മുന്നിലോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളില്ലാതെ അവർക്ക് ഒന്നും കഴിയുകയില്ല. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെ വ്യാപിക്കുകയാണ്. അവർക്കതിൽ നിന്നും മോചിക്കപ്പെടാൻ കഴിയുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി ഓരോ പ്രതിസന്ധികൾ അവരെ ബാധിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ദുഃഖമുണ്ട്. എന്തുകൊണ്ട് തനിക്ക് ഇങ്ങനെ ഒരു ദുഃഖം വന്നു? അവരുടെ മനസ്സ് വ്യാകുലപ്പെടുന്നുണ്ട്. ഈ അവസരത്തിൽ അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങളല്ലാതെ മറ്റൊരു പോംവഴിയും അവർക്കില്ല. അവരുടെ ചിന്ത മൊത്തം നിങ്ങളെക്കുറിച്ച് മാത്രമാകുകയാണ്. അടുത്തതായി രണ്ടാമത്തെ ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗാണ് പറയുന്നത്. മനസ്സിൽ നിങ്ങളുണ്ട്, മുൻപും ഉണ്ടായിരുന്നു. പക്ഷെ കുറേ ആളുകൾ ആ വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കാനായിട്ട് കടന്നുകൂടിയൊക്കെയാണ്. ആ വ്യക്തിയുടെ മനസ്സിനെ എന്നെന്നും വേദനിപ്പിക്കുന്നവരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായി. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിട്ട് കുറേ ആളുകൾ എന്നും ഉണ്ടാവുന്നു. നിങ്ങളെ സ്നേഹിക്കാൻ ആ വ്യക്തി മുതിരുമ്പോഴൊക്കെ ആ വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. നിങ്ങളിലേക്ക് പോകണ്ട എന്ന് കട്ടായമായി പറയുന്നു, നിർബന്ധ ബുദ്ധിയോടെ പറയുന്നു. പക്ഷെ എന്നിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരുന്നിട്ടില്ല, നിങ്ങളെ ഇഷ്ടപ്പെടാതിരുന്നിട്ടില്ല. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കാനേ ആ വ്യക്തിക്ക് സമയമുള്ളൂ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് മാത്രമാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്നതിനെ ആൾക്കാർ തടയുന്നതിൽ ദുഃഖമുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ എങ്കിലും അവർ അറിയാതെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ മാത്രം സ്നേഹിക്കുകയാണ്. അത് നിങ്ങളോട് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ആ വ്യക്തിക്കുള്ളത് കൊണ്ടാണ്. ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളും നിങ്ങളെ ഇഷ്ടപ്പെടരുത്, നിങ്ങളെ സ്നേഹിക്കരുത് എന്ന് പറയുമ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും മാത്രമായിട്ടൊരു മനസ്സ് എപ്പോഴും ആ വ്യക്തിക്കുണ്ട്. അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നിങ്ങളെപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ വ്യക്തി. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല.
നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ആ വ്യക്തിക്കറിയാം. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെയാണ് കൂടുതൽ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അവരെ മാത്രമാണ് ചിന്തിക്കുന്നത്, അവർ മാത്രം അടുത്തെത്താനാണ് ആഗ്രഹിക്കുന്നതും. അതുപോലെ തന്നെയാണ് ആ വ്യക്തി. ഇപ്പോൾ നിങ്ങൾ അടുത്തെത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെപ്പോഴും അടുത്തുണ്ടാകണമെന്നുള്ള ചിന്തയാണുള്ളത്. നിങ്ങൾ വേർപിരിഞ്ഞു പോയാൽ അത് ആ വ്യക്തിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. എന്നെന്നും നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ അടുത്തുണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് വേദനകൾ ആ വ്യക്തി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്, ദുഃഖങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. എങ്ങനെ ഇതിൽ നിന്നൊക്കെ കരകയറാൻ കഴിയും, എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള ചിന്തകളൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോഴും നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദനയും സൃഷ്ടിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.